ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? ഞങ്ങളിതേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇതിപ്പോൾ 1-2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ദിവസം വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഉൾപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഒരുപാട് ലെങ്ത്തൊന്നും ആക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. വീഡിയോയിൽ ഇപ്പോൾ വ്യൂസൊക്കെ കുറവാണ്, എന്താണെന്ന് അറിയില്ല. നമുക്ക് കണ്ടൻറ്റുകളുടെ ക്ഷാമം കൊണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, വോയിസ് കൊടുക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ് കേട്ടോ. അന്ന് ക്രിസ്മസിൻ്റെ ദിവസം എനിക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതേ നമ്മൾ രാവിലത്തെ പരിപാടികൾ, ഉച്ചത്തെ പരിപാടികളൊക്കെ അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കുറച്ച് ഗ്രീൻ പീസ്, യെല്ലോ ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെറുതെ ഉപ്പേരി പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് വെറുതെ കഴിക്കുന്നത് ഇവിടെ അപ്പൂസിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് അങ്ങനെ വെള്ളത്തിലിട്ടതായിരുന്നു. അങ്ങനെ അതൊന്ന് കടുക് വറുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മളിതേ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ജാക്സൺ കുക്കറിലേക്ക് വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പയറും ക്യാരറ്റും ആണ് ഉപ്പേരിയാക്കി ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റും പയറും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇന്ന് തന്നെ അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ ഫുള്ള് കട്ടയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതൊക്കെ. മൊത്തത്തിൽ എല്ലാ പാത്രത്തിലടക്കം എണ്ണ കട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ഐസ് പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പൂസ് വന്നിട്ട് ഇത് എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഉപ്പേരിയൊക്കെ അത് റെഡി ആവുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ക്യാരറ്റും പയറും കൂടെ കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേ വേറൊരു വിശേഷം കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അപ്പൂസിൻ്റെ അംഗൻവാടിയത്തെ കുട്ടികളുടെ പരിപാടി നടക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൂസും മനും കൂടെ ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ അവർക്ക് യൂണിഫോം ഇടണം കേട്ടോ. യൂണിഫോം ഇട്ടിട്ടാണ് അവർക്ക് വരേണ്ടത്. അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ പോകുന്ന ഒരു ടൈമാണിത് കേട്ടോ. അപ്പോൾ അതേ ഫോറ ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് പുതിയൊരു ഓഡിറ്റോറിയം ആണ്. ഞങ്ങളുടെ ഏകദേശം 1 കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ, അവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുന്നത്. എല്ലാ പഞ്ചായത്തിലുള്ള കുട്ടികളുടെ പരിപാടിയും കൂടെ ഒന്നിച്ചാണ് നടക്കുന്നത് കേട്ടോ. ഇന്നലെയൊക്കെ ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സെറ്റപ്പ് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കളിക്കോപ്പുകൾ, സാധനങ്ങൾ, അങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ആ കയറുന്ന ഒരു സ്ഥലത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളിക്കാനുള്ള ഐറ്റംസും ബുക്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാനുണ്ട്. കുറേ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വേറൊരു ദിവസത്തെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇന്നലെ രാത്രി തന്നെ മുതിര വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എണ്ണിത്തണ്ടില്ലേ, അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇടാൻ വേണ്ടി വന്നതല്ല കേട്ടോ, നമ്മളെ നേരെ ഫ്രണ്ടിലുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെയുള്ള തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ആൾ കേട്ടോ. അപ്പോൾ ഞങ്ങളിതിവിടെ മുറ്റത്തുള്ള തെങ്ങുണ്ടല്ലോ, ഈ ഒരു തെങ്ങിൻ്റെ മുകളിലും കൂടെ ആളോട് ഒന്ന് കയറാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് 4-5 ഇളനീരിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ 3-4 പട്ട ഞാനും വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല നമുക്ക് ചൂലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഇളനീര് അവിടെ നിന്ന് ഇടുന്ന സമയത്ത് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം എടുത്ത് മാറ്റുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഒരു തെങ്ങിൽ മാത്രമേ ആൾക്ക് കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ തേങ്ങ വീണാലോ എന്ന് പേടിച്ചിട്ടാണ് ഈ ഒരു തെങ്ങിലെങ്കിലും ആളോട് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വന്ന ആളല്ലേ, അപ്പോൾ ആളെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തെങ്ങമ്മയ്ക്ക് കയറ്റിയത് കേട്ടോ. അപ്പം അങ്ങനെ ആളവിടെ തേങ്ങയൊക്കെ ഇട്ടു, അതുപോലെ മട്ടലൊക്കെ വെട്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്നാണ് സോപ്പ് പൊടി, ഞാൻ അലക്കാൻ വേണ്ടി എടുത്ത ടൈമിലാണ് സോപ്പ് പൊടി തീർന്നത് ഓർത്തത് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം മനുവിനോട് പോയിട്ട് 2 പാക്ക് വാങ്ങാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉജാലയുടെ 2 ചെറിയ പാക്കും കൂടെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നേ.
ഇവിടെ വലുതുണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ 2 പാക്ക് അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കുപ്പിയിലിട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അലക്കാനുള്ളതൊക്കെ ഒന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ അലക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് അടുക്കളയിലുള്ള പണിയും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സോപ്പ് പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് മനുവിനെ വിട്ട ആ ഒരു ടൈമിൽ പെട്ടെന്നൊരു തോന്നിയതാണ് കേട്ടോ, ഒന്നൊരു പായസം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു പാക്ക് പാല് വാങ്ങിച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. വെറുതെ ഒരു തോന്നലിന് അങ്ങോട്ട് ചെയ്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാലും അതുപോലെ ഏലക്കായും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചെറിയ പാക്ക് ഉണ്ടാവില്ലേ, അതങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ അടുക്കളയിൽ ചോറുണ്ടാക്കലും കറി ഉണ്ടാക്കലും ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ വേഗം നമുക്ക് അതും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാക്കൊക്കെ കുളുക്കി പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പായസം കൂടി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ തേങ്ങ ഇവിടെ നിന്ന് മാറ്റിയിടലും പട്ട മാറ്റിയിടലൊക്കെ ആയിട്ട് ഇന്ന് നമ്മളിതൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടുമായിരുന്നേ. പിന്നെ ഈ അവിടെ ഒരു തെങ്ങിൻ്റെ അവിടെ ഒരു വാഴക്കൊല ഇരിക്കുന്നില്ലേ, അത് നമ്മളുടെ അല്ല കേട്ടോ, അത് അപ്പുറത്തെ സ്ഥലത്തുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒടിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ വേഗം ആ തെങ്ങിൻ്റെ മുകളിലേക്ക് ചാരി വെച്ചതാണ് കേട്ടോ. ഇനി അത് വീണ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ തേങ്ങ ഇട്ട ആ ഒരു ടൈമിൽ തന്നെ തെങ്ങിൻ്റെ മുകളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ മുറ്റത്തേക്കാണ് വന്ന് വീണിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ തെങ്ങിൻ്റെ തല നേരെ മുറ്റത്താണ് നിൽക്കുന്നത്. പണ്ട് നമ്മളിത് കയറുകൊണ്ട് അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് അത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറല്ല, കമ്പി വെച്ചിട്ട് വലിച്ച് കെട്ടില്ലേ, അങ്ങനെ കെട്ടി ആ ഒരു ടൈമിൽ അത് അപ്പുറത്തെ സൈഡിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിത് ഇങ്ങനെ അടിച്ചു വരാമെന്നൊക്കെ വിചാരിച്ച സമയത്ത് അപ്പൂസ് ഇങ്ങനെ വന്നിട്ട് എന്നോട് ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ആ ഒരു സമയത്ത് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടേ. ഒരു പനി ഇപ്പം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അംഗനവാടി പോയിട്ടേ ഉള്ളൂ കേട്ടോ. ചൊവ്വാഴ്ച ഇപ്പോൾ സ്കൂൾ അംഗനവാടിത്തെ പരിപാടി ആയിരുന്നല്ലോ, അത് കഴിഞ്ഞ് ഇന്ന് ബുധനാഴ്ച ക്രിസ്മസിൻ്റെ ദിവസം. ഇന്നിപ്പോൾ അവന് ഒരു ചൂട് കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും പനിക്കാനാണോ, നാളെ അംഗനവാടി പോകാൻ പറ്റുമോ ഇല്ലേ ഒന്നും അറിയില്ല കേട്ടോ. അത് എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നെന്ന് പറഞ്ഞ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അംഗനവാടി പോയി ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് വീണ്ടും വയ്യാതെയാവും, വീണ്ടും ഒന്ന് മാറി ഒന്ന് പറഞ്ഞു വയ്ക്കാനാകുമ്പോഴേക്ക് വീണ്ടും വയ്യാതെയാവും കേട്ടോ. നമുക്കിപ്പോൾ അംഗനവാടിയിലാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഉഴപ്പലൊക്കെ നടക്കും. LKG UKG ആണെങ്കിൽ ഉഴപ്പലൊന്നും നടക്കില്ലല്ലോ. ഇനി എന്താകും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും പനിയൊന്നും ഉണ്ടാവാതെ വേഗം അങ്ങോട്ട് മാറട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗത അടിച്ചുവാരലൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനുള്ളതൊക്കെ നമ്മൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം TVയുടെ മുന്നിലാണ് കേട്ടോ. ഫുൾ ടൈം ഒന്നുമില്ല, ഫുൾ ടൈം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അത്ര ടൈമൊന്നുമില്ല. എന്നാലും ഞാനങ്ങോട്ട് എന്താ പറയുക, നമ്മൾ സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ TV ഓഫ് ചെയ്യാൻ പറയുക, പഠിക്കാൻ പറയുക, ഇങ്ങനെ പറയാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ അത് പറയുന്നൊന്നുമില്ല, കുറച്ച് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ എന്താ പറയുക, കളിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുന്ന് വരെ കളിക്കാനൊന്നും പോകാനുള്ളൊരു സൗകര്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ മടക്കിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് അരി അരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലും വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.